ഇന്ന് കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ സ്ത്രീകൾ നമുക്കറിയാം എല്ലാ പ്രശ്നങ്ങളുടെയും ആത്യന്തികമായ അതിൻ്റെ പ്രതിഫലനം സ്ത്രീകളിലാണ് വന്നത്. അത് യുദ്ധമാണെങ്കിലും അതല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ പ്രതിസന്ധിയാണെങ്കിലും. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളം ഇന്ന് ചെന്നുപെട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നാഗാലാൻഡിന് സമാനമായൊരു സ്ഥിതിവിശേഷമാണ്. നാഗാലാൻഡിൽ ഒരുപക്ഷെ സംഭവിച്ചത് പശ്ചിമ ബംഗാളിൽ അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് കണ്ടു. പശ്ചിമ ബംഗാളിൽ 35 വർഷം മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചപ്പോൾ അവർ ഓരോ പ്രാവശ്യവും അധികാരത്തിൽ വരാൻ വേണ്ടി ചെയ്തത് ക്ലബ്ബുകൾ രൂപീകരിച്ച് അവിടെ അവർ ബോധപൂർവം മയക്കുമരുന്നും അതുപോലെ ചീട്ട് കളിക്കാനും ക്യാരംസ് കളിക്കാനും യുവാക്കളെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ 35 കൊല്ലം CPM ഭരിച്ചതിന് ശേഷം ഇന്നിപ്പോൾ CPMന് പശ്ചിമ ബംഗാൾ ഒരു സീറ്റ് പോലും ഇല്ല. കേരളത്തിൻ്റെ ഇന്നത്തെ ഒരു ആനുകാലിക സ്ഥിതി എന്ന് പറയുന്നത് നമുക്ക് ഞെട്ടിക്കുന്നൊരവസ്ഥയാണ്. 8ാം ക്ലാസ് മുതലുള്ള കുട്ടികളിൽ 8ാം ക്ലാസ്സിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഏതാണ്ട് 20% കുട്ടികൾ MDMAക്കോ അല്ലെ അതുപോലുള്ള മയക്കുമരുന്നിന് വിധേയമായി എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിനൊരു യുവതലമുറയെ ആകെ വരിഞ്ഞു മുറുക്കുന്ന നിലയിലേക്ക് മയക്കുമരുന്ന് എന്ന് പറയുന്നത് വലിയൊരു കാർമേഘമായി ഇന്ന് പടർന്നു കഴിഞ്ഞു.